ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് പറയണത് കേട്ടോ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഹെഡ്ജ് ഫണ്ട്സ് വരുന്നുണ്ട്, പെൻഷൻ ഫണ്ട്സ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ്. ഇത്രയുമാണ് എന്തായിട്ട് വരുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആവാം വിച്ച് ഇൻവെസ്റ്റ് ദെയർ ഓൺ ഫണ്ട് ഓർ പൂൾ ലാർജ് സംസ് ഓഫ് മണി ആൻഡ് ഇൻവെസ്റ്റ് ദോസ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആവാം. അവരെന്താണ് ചെയ്യണത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് അവരെന്ത് ചെയ്യും ഒന്നിച്ച് സ്വരുക്കൂട്ടി ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയോ ചെയ്യും. ആ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണെന്ന് പറയുന്നത് സെക്യൂരിറ്റി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. എങ്ങനെയുള്ളത്, ഇത്തരത്തിൽ ശേഖരിക്കുന്ന ഫണ്ടുകളായിരിക്കാം അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്ന് ശേഖരിച്ച ഫണ്ടുകൾ ഒന്നിച്ച് ഇതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു, രണ്ടായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൽ പ്രൈവറ്റും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഹൂ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ഇന്ത്യ. അതെന്തിലാണ്, ഇന്ത്യയിലെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലും ഇൻസ്ട്രുമെൻറ്റ്സും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർ, അവരെയാണ് എന്തെന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ വിച്ച് പ്രൊപ്പോസസ് ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് വിച്ച് ഈസ് രജിസ്റ്റേർഡ് ആസ് എ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിത്ത് ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അവരുടെ പ്രവർത്തനങ്ങൾ എവിടെയാണ് നടക്കുന്നത്, ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതും എന്തായിട്ട് സെബിയുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അവർ എന്തായിട്ട് പ്രവർത്തിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ ഇന്ത്യക്ക് പുറത്താണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനും എവിടെ നിന്നുള്ളതാണ്, ഇന്ത്യയിൽ നിന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ത്യൻ കമ്പനികളായിരിക്കും എന്ത് ചെയ്യണത് ആ ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഓർഗനൈസേഷനോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതും സെബിയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവയാണെന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഷെയറുകൾ വാങ്ങും, ഇന്ത്യൻ കമ്പനീസ് വാങ്ങും, അവരെയാണെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. Foreign mutual funds and other institutions buy shares of Indian companies. They are called institutional investors. Indian capital market was open to foreign institutional investment from 1991 to encourage the development of capital market by attracting foreign funds to India. അപ്പോൾ ഇന്ത്യയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താക്കുന്നത് 1991 എന്തിനു വേണ്ടിയിട്ടാണ്, ക്യാപിറ്റൽ മാർക്കറ്റിനെ ഒന്നുകൂടി അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ ഫണ്ട്സ് അല്ലെങ്കിൽ ഫോറിൻ കമ്പനീസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലുള്ളവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ മീൻസ് ആൻ എൻറ്റിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ വിച്ച് പ്രൊപ്പോസസ് ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ and which is listed as a FII with the Securities and Exchange Board of India. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇന്ത്യക്ക് പുറത്താണ് പ്രവർത്തിക്കുന്നത്. അത് ഇന്ത്യൻ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവരെന്ത് ചെയ്യണത്, അവിടെ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ അതുകൂടാതെ സെബിയുടെ അംഗീകാരത്തോടു കൂടി FII ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുമായിരിക്കും. FIIs ഇൻക്ലൂഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ചാസ് എന്നൊരു വന്നത് നേരത്തെ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് പെൻഷൻ ഫണ്ട് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, ബാങ്ക്, ഫോറിൻ സെൻട്രൽ ബാങ്ക്, ഫോറിൻ ഗവൺമെൻറ്, ഇൻഷുറൻസ് കമ്പനീസ്, ഇൻ്റർനാഷണൽ ഏജൻസീസ്, ഇവരൊക്കെയാണ് എന്തായിട്ട് വരുന്നത് FII ആയിട്ട് പ്രവർത്തിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, മറ്റുള്ള വാറൻസുകളൊക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റും. എങ്ങനെയുള്ളവർക്ക് മാത്രം, ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്, പ്രൈമറി സെക്കൻഡറി മാർക്കറ്റ് ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്, അവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിബഞ്ചേഴ്സ്, ഷെയർസ്, വാറൻസൊക്കെ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
അപ്പോൾ ഇത്രയുമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോറിൻ കൺട്രീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിന് അവസരമൊരുക്കുന്നവരെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റാൻ പറ്റുമെന്നാണ് പറയണത്. താഴെ പറയുന്ന രീതിയിൽ നമ്മൾക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഒന്നാമത്തത്, സെക്യൂരിറ്റീസ് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്സ് ഇൻക്ലൂഡിംഗ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് വാറൻസ് ഓഫ് കമ്പനീസ് അൺലിസ്റ്റഡ്, ലിസ്റ്റഡ് ഓർ ടു ബി ലിസ്റ്റഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. എന്താണ്? പ്രൈമറി മാർക്കറ്റിലോ സെക്കൻഡറി മാർക്കറ്റിലോ ഷെയറോ ഡിബഞ്ചറോ വാറൻസോ കമ്പനികൾക്ക് ലിസ്റ്റ് ചെയ്തതോ അല്ലാത്തതോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ സെക്യൂരിറ്റീസ് പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റിലും ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തത്, യൂണിറ്റ്സ് ഓഫ് സ്കീംസ് ഫ്ലോട്ടഡ് ബൈ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്സ് ഇൻക്ലൂഡിംഗ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ വെദർ ലിസ്റ്റഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഓർ നോട്ട്. ഇനി UTI ഓഫർ ചെയ്യേണ്ടത് യൂണിറ്റ് ട്രസ്റ്റ് ഇന്ത്യയുടെ UTI സ്കീമുകളുണ്ട്. അത് ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതും സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. യൂണിറ്റ് ഓഫ് സ്കീം ഫ്ലോട്ടഡ് ബൈ എ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം അല്ലെങ്കിൽ എന്താണ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമായിട്ടാണ് യൂണിറ്റ് സ്കീം പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ. അടുത്തത്, ഡെറിവേറ്റീവ്സ് ട്രേഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഡെറിവേറ്റീവ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇന്ത്യൻ ഡെപ്പോസിറ്റ് റിസീപ്റ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. FIIs have become a major participant in the Indian securities market. ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പൻ്റ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദേ ഇൻവെസ്റ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഇൻ ഇന്ത്യൻ കമ്പനീസ് ബൈ വേ ഓഫ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. എന്താണ്? ഇന്ത്യൻ കമ്പനീസ് ധാരാളം ഫണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതും ഏത് രീതിയിൽ? പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നടത്തുന്നത്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ഷെയറിലോ ഡിബഞ്ചറിലോ ബോണ്ടിലോ ആണ് അവർ എന്ത് ചെയ്യണത്? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അല്ലാതെ ഒരു ഷെയർ ഇപ്പോൾ ഇക്വിറ്റിയുടെ ഷെയർ തന്നെ ഒരു ടൈപ്പ് ഷെയറിലല്ല, പല ടൈപ്പ് ഷെയറിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂൾ ചെയ്തിട്ട് ഏത് വേണമെന്ന് തീരുമാനിക്കാം. അത്തരത്തിലൊരു സെലക്റ്റഡ് ഷെയർസിനെ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സഹായിക്കുന്നുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നാണ് പറയണത് കേട്ടോ. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇന്ത്യൻ സെക്യൂരിറ്റീസ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സെക്യൂരിറ്റീസ്, ഷെയർ, ഡിബഞ്ചർ, ഗവൺമെൻറ് ബോണ്ട്, കോർപ്പറേറ്റ് ബോണ്ട്, കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി എക്സെട്ര ഇതിലൊക്കെ എന്ത് ചെയ്യണത്? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതിനെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ഡിഫറൻസസ് ഇൻ ഇക്വിറ്റി പ്രൈസസ്, ബോണ്ട് ഈൽഡ്, ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഡിവിഡൻഡ് ഓർ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇന്ത്യാസ് ഫിനാൻഷ്യൽ അസറ്റ്സ്. അപ്പോൾ ഓരോന്നിനും എന്താണ് വ്യത്യസ്തതയുണ്ട്. ഓരോന്നിൻ്റെ പ്രൈസിന്, ഓരോന്നിൻ്റെയും ഈൽഡ് റിട്ടേൺ കിട്ടുന്നതിന്, ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ്, ഡിവിഡൻഡ്, ഇതിങ്ങനെ ഓരോ കാര്യത്തിൽ എന്തുണ്ട്? വ്യത്യസ്തത ഉണ്ടായിരിക്കും. ഇപ്പോൾ ബോണ്ടിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കില്ല എന്തിനു വരുന്നത്? കൺവേർട്ടബിൾ സെക്യൂരിറ്റീസിന് വരുന്നത്. അത് തമ്മിൽ ഇത് കമ്പയർ ചെയ്യുമ്പോൾ റിട്ടേണും അതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും, പ്രൈസിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ദ ഇൻവെസ്റ്റർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ യൂസ് ഓഫ് ക്യാപിറ്റൽ ഹി ഹാസ് ഇൻവെസ്റ്റഡ്. ഇതിനെ ഇൻവെസ്റ്ററിന് യാതൊരു കൺട്രോളും ഉണ്ടാവില്ല എന്തിൽ? അവർ ഇൻവെസ്റ്റ് ചെയ്താക്കണ ക്യാപിറ്റൽ. ഇൻ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ദ ഇൻവെസ്റ്റർ ഈസ് ഇൻട്രസ്റ്റഡ് ഓൺലി ഇൻ ദ റിട്ടേൺസ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഇൻവെസ്റ്റേഴ്സ് എന്തിനു മാത്രമേ ഇമ്പോർട്ടൻസ് നൽകുന്നുള്ളൂ? റിട്ടേൺസ്. അവർക്ക് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അതിന് എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട്, അത് മാത്രമേ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അല്ലാണ്ട് എത്ര എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇത്ര നാൾ കഴിയുമ്പോൾ കിട്ടും എന്നല്ല നോക്കണത്. ഇപ്പോൾ അവർക്ക് എത്ര റിട്ടേൺ കിട്ടും, പ്രസൻ്റ്ലി റിട്ടേൺ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹി ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ എൻ്റർപ്രൈസ്. Thus, FPI means securities and other financial assets held by foreign investors. SEBI has recently stipulated the criteria of foreign portfolio investment. According to this, any equity investment by foreign investor which is less than or equal to 10% of capital in a company's portfolio investment.
പിന്നെ അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എന്തില്ല മാനേജ്മെൻറ്റിനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സെക്യൂരിറ്റീസും ഫിനാൻഷ്യൽ അസറ്റ്സുമാണ് എന്ത് ചെയ്യണത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യണത്. ഇനി സെബി ആണെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിന്. അവരുടെ നിർദ്ദേശപ്രകാരം എന്താണ് പറയണത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നടത്തണം എന്നുണ്ടെങ്കിൽ അതെന്തിന് ഈക്വൽ ആയിരിക്കണം, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10% ഓഫ് ക്യാപിറ്റൽ ഇൻ എ കമ്പനീസ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. അവർ കൊണ്ടുവന്നാക്കണ എമൗണ്ട് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത്, അത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് ഒരു കമ്പനിയുടെ വരുന്നത്, അതായത് അവർ സെലക്ട് ചെയ്യുന്ന കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ എത്രയാണോ വന്നാക്കുന്നത് മൊത്തം ക്യാപിറ്റൽ, അതിൻ്റെ 10% ഈക്വലോ അതിൽ കുറയാനായിട്ടോ പാടില്ലെന്നാണ് പറയണത്. അതിൽ ഓവറായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ടോട്ടൽ നടത്തിയാക്കണമെങ്കിൽ അതിൻ്റെ 10% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അതിൽ കുറവോ, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് പറയുന്നത്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10% ഓഫ് ക്യാപിറ്റൽ ഇൻ എ കമ്പനി ഈസ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ വന്നതിന് അതിൻ്റെ 10% തുല്യമായിരിക്കണം, അല്ലെങ്കിൽ അതിൽ കുറവ് എമൗണ്ട് മാത്രമേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പാടുള്ളൂ. അത് സെബി കൊണ്ടുവന്നാക്കുന്ന ഒരു കൺട്രോൾ മെഷറാണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ക്ലാസ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ നോൺ ആസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്. എന്താണ് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്താക്കണം ഒരു പുതിയ വിഭാഗം ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെർജിങ് ദ എക്സിസ്റ്റിംഗ് ക്ലാസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ത്രൂ വിച്ച് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വർ പ്രീവിയസ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ, നെയ്മലി ദ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ക്വാളിഫൈഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സബ് അക്കൗണ്ട്സ് ഓഫ് ദ FIIs. അപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു ക്ലാസ് വന്നാക്കണത് ആദ്യകാലത്തുണ്ടായിരുന്ന അവരെന്ത് ചെയ്തിട്ടുണ്ട്, മെർജ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, ക്വാളിഫൈഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, സബ് അക്കൗണ്ട്സ് ഓഫ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്. ഈ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, 3 രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഒന്നിച്ച് ചേർത്തിട്ടാണ് എന്ത് വന്നാക്കുന്നത്, ഒരു പുതിയ ന്യൂ ഗ്രൂപ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്താക്കുന്നത്. അതിൻ്റെ പേരാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയണത്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ത് തന്നെയാണ്, ഇന്ത്യൻ കമ്പനിയിൽ വന്ന് ഫോറിനേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക തന്നെയാണ്. പക്ഷെ അവർക്ക് എന്താണ് ഫുൾ എമൗണ്ടിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയറുകൾ ഡിബഞ്ചറുകൾ വാങ്ങാൻ പറ്റില്ല. ഒരു കട്ട് ഓഫ് ഉണ്ട്. എത്രയാണോ ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ എമൗണ്ട് അതിൻ്റെ 10%ഓ അതിൽ കുറവോ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇല്ല, അതിന് പകരമായിട്ടുള്ളവരാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്തത് പ്രൈവറ്റ് ഇക്വിറ്റി എന്താണെന്നാണ് പറയണത്. പ്രൈവറ്റ് ഇക്വിറ്റി റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ എയിംഡ് അറ്റ് ഗെയിനിങ് സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ഓഫ് അൺലിസ്റ്റഡ് കമ്പനീസ്. പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹൈ ഗ്രോത്ത് കമ്പനീസ്. Such private equity investments are done by high net worth individuals or investment firms through private equity firms or funds. The private equity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിനിങ് സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ഓഫ് അൺലിസ്റ്റഡ് കമ്പനീസ്. അൺലിസ്റ്റഡ് കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിലൊരു കൺട്രോൾ വരുത്തുന്ന ആ ഉദ്ദേശത്തോടു കൂടിയുള്ളവരെയാണ് എന്ത് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയണത്. ഇത്തരത്തിലുള്ള ഫേമുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഹൈ ഗ്രോത്ത് കമ്പനീസിലായിരിക്കും. Such private equity investments are done by high net worth individuals. അപ്പോൾ ഇത്തരത്തിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരും എങ്ങനെയുള്ളതായിരിക്കും, ഹൈ നെറ്റ് വർത്തുള്ള വ്യക്തികളായി, ഹൈ നെറ്റ് വർത്ത് ടേൺ ഓവറുള്ള നല്ല വരുമാനമുള്ള വ്യക്തികളായിരിക്കാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസിൽ വരുന്നത് ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് ആണ്. അവരും എന്ത് ചെയ്യാം, പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസിലോ ഫണ്ട്സിലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. Private equity is an umbrella term for large amount of money raised directly from accredited individuals and institutions and pooled in a fund that invests in a range of business ventures. The private equity എന്നൊരു umbrella term ആണ്. അത് ഒരുപാട് എമൗണ്ടുകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ്ലി അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയുള്ളവരുടെയാണ്, അക്രഡിറ്റഡ് ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും. അക്രഡിറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയുമുള്ള ഫണ്ടാണ് അവരെന്ത് ചെയ്യണത്, ഇത്തരത്തിൽ
ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സ്വീകരിക്കുന്നതും അത് ഏതിലാണ് നിക്ഷേപിക്കുന്നത്? വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലായിരിക്കും, സംരംഭങ്ങളിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ഈസ് ജനറലി സെറ്റപ്പ് ആസ് എ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് വിത്ത് എ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ആസ് ദ ജനറൽ പാർട്ട്ണർ ആൻഡ് ദ ഇൻവെസ്റ്റർ ആസ് ലിമിറ്റഡ് പാർട്ട്നേഴ്സ്. പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് എപ്പോഴും എന്താണ്? ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പാണ്. പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ആണെങ്കിൽ ജനറൽ പാർട്ട്ണർ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഇൻവെസ്റ്റർ എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് പാർട്ട്ണർ ആയിരിക്കും. ജനറൽ പാർട്ട്ണർ ഇക്വിറ്റി ഫേമിന് ജനറൽ പാർട്ട്ണർ ആയിട്ടിരിക്കും. അത് പ്രവർത്തിക്കുന്ന ഫേം എപ്പോഴും ജനറൽ പാർട്ട്ണർ ആയിരിക്കും. പക്ഷെ അതുപോലെ ഇൻവെസ്റ്റേഴ്സൊക്കെ എന്താണ്? ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പാണ്. അതായത് അവർക്കൊരു പരിധി വരെ മാത്രമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പുതിയ ആൾക്കാർ ഫ്രഷ് ആയിട്ട് വരും. Private equity firms buys or invest in matured established companies which are making losses. എന്താണ്? പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസിന് എന്ത് ചെയ്യാം? അത് വാങ്ങുകയോ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയോ ചെയ്യാം. എങ്ങനെയുള്ള കമ്പനികളാണ്? മെച്യൂർഡ് എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ് ആണ്. മെച്യൂർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത്രയും ഗ്രോത്ത് പോയിന്റിൽ, പീക്ക് പോയിന്റിൽ നിൽക്കുന്ന കമ്പനീസ്. അവർ വിച്ച് ആർ മേക്കിംഗ് ലോസസ്. എന്താണ്? ലോസസ് ഇതുവരെ ഇല്ലാത്ത കമ്പനികൾ. Private equity firms uses various investment strategies like leverage buyouts, expansion capital, mezzanine financing, etc. Private equity firms buy such companies and restructure its operations to make it efficient and profitable. ഇനി പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസുകൾ പലതരത്തിൽ ഇൻവെസ്റ്റ് സ്ട്രാറ്റജീസ് നടത്താൻ. ലിവറേജ് ബൈഔട്ട്സ് ഉണ്ട്. എന്താ ലിവറേജ് ബൈഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കൺട്രോളിങ് സ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താക്കണവരുടെ കൺട്രോൾ അല്ലെങ്കിൽ ഇൻറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. എക്സ്പാൻഷൻ ക്യാപിറ്റൽ, മെസ്സൈൻ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് ഫിനാൻസ് ആയിട്ട് നൽകുന്നത് ഒരിക്കലും ഒരു കൈത്താങ്ങായിട്ട് എങ്ങനെയുള്ളവർക്ക്? ലോസിലേക്ക് പോകുന്നവർക്ക്. പിന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസുകൾ ചില കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്? ഏറ്റെടുക്കും. അതുപോലെ അത് അവരുടെ പ്രവർത്തനം റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലോസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് അവരിൽ നിന്നും എന്ത് ചെയ്യാം? പ്രോഫിറ്റബിൾ ആക്കും, എഫിഷ്യൻ്റ് ആയിട്ടും ആ ഫേമിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട്. പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ യൂഷ്വലി ഹെൽഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താണ്? എപ്പോഴും ലോങ് പീരീഡിലേക്കാണ് അവർ ടൈം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. Once the invested company become profitable, the private equity firms opt for exit by selling the shares in the market or making the public issue or merging with another company. The invested company, ഏത് കമ്പനിയിലാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താക്കുന്നത്? അത് പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൈവറ്റ് ഇക്വിറ്റി ഫേം എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ അവർ സമയത്ത് ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ഷെയർ മാർക്കറ്റിൽ വിറ്റഴിക്കും. അപ്പോൾ മാർക്കറ്റിൽ വിറ്റഴിക്കുമ്പോൾ എന്താണ്? മറ്റുള്ള കമ്പനികൾക്ക് അത് വാങ്ങാനും അതിൽ മെർജ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളതാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് എന്ന് പറയണത്. ഫീച്ചേഴ്സാണ്, 5 ഫീച്ചേഴ്സാണ് പ്രൈവറ്റ് ഇക്വിറ്റിക്ക് പറയണത്. ഫസ്റ്റ് വൺ പറയണത് പ്രൈവറ്റ് ഇക്വിറ്റി മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹു കമ്മിറ്റ്സ് ലാർജ് സംസ് ഓഫ് മണി ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനാണ് വരുന്നത്. അവരെന്താണ് ചെയ്യണത്? ലാർജ് സം ഓഫ് മണി അതുപോലെ ലോങ് പീരീഡിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. രണ്ടാമത്തത് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ഇൻവെസ്റ്റ് ഇൻ മെച്യൂർ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ്. മെച്യൂറും എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസിലുമാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുള്ളൂ. തേർഡ് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ് ഇൻ ലാർജ് സംസ് ഓഫ് ഫണ്ട്സ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നേരത്തെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് തന്നെ കേട്ടോ. നാലാമത്തത് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ഇൻവെസ്റ്റ് ഇൻ എക്സിസ്റ്റിംഗ് ബിസിനസ് ടു മേക്ക് ഇറ്റ് പ്രോഫിറ്റബിൾ. എന്താണ്? എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതിനെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റുകയും ചെയ്യും. പ്രൈവറ്റ് ഇക്വിറ്റി ലാർജ്ലി പ്രൊവൈഡ്സ് മെസ്സൈൻ ഓർ ബ്രിഡ്ജ് ഫണ്ടിങ്. മെസ്സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ആവശ്യമായ സഹായം നൽകണം, സപ്പോർട്ടിന് ആവശ്യ ഫിനാൻസ് നൽകണം കേട്ടോ. എ ഡെപ്റ്റ് ക്യാപിറ്റൽ ദാറ്റ് ഗിവ്സ് ദ ലെൻഡർ ദ റൈറ്റ് ടു കൺവേർട്ട് ടു ആൻ ഓണർഷിപ്പ് ഓർ ഇക്വിറ്റി ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി. അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസിങ്, ബ്രിഡ്ജ് ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോണൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ്? വളരെ പെട്ടെന്നൊന്നും ക്യാഷ് കിട്ടില്ല. അപ്പോൾ ഒരു ടൈം ഗ്യാപ്പ്, ഒരു 3 മാസമോ 4 മാസം ടൈം ഗ്യാപ്പ് വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ആ 4 മാസത്തെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നത്, അതിനാണ് ബ്രിഡ്ജ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് എന്തിനുണ്ട്? പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് 3rd ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് 4 ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞ
ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ലാസ്റ്റ് പറഞ്ഞ പ്രൈവറ്റ് ഇക്വിറ്റി കേട്ടോ. പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഫേമിനാണ്, അതും എസ്റ്റാബ്ലിഷ്ഡ് ഫേമിനായിട്ടായിരിക്കും അവരെന്ത് ചെയ്യണത്, ഒരു സപ്പോർട്ട് നൽകണത്. അത് പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ മെച്യൂർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വമേധയ എന്ത് ചെയ്യും, പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ഒഴിഞ്ഞു പോകും. അല്ലെങ്കിൽ അവർക്കുള്ള ഷെയർ എന്ത് ചെയ്യും, മാർക്കറ്റിൽ അവർ പബ്ലിക്കിന് അത് വിൽപ്പന നടത്തുകയും ചെയ്യും. അത്തരത്തിലുള്ളതാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് ഇക്വിറ്റിയും വെഞ്ചർ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയണത് കേട്ടോ. വെഞ്ചർ ക്യാപിറ്റൽ ഫോക്കസസ് ഓൺ ഇൻവെസ്റ്റിംഗ് ഇൻ പ്രൈവറ്റ് യങ് ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനീസ്. പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ബൈ മെച്യൂർ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ്. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രൈവറ്റിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ യങ് ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനീസിനാണ് എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് നൽകുന്നത്. പക്ഷേ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ മെച്യൂർ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയാണ്. എന്താണ്, മെച്യൂറൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയെ വാങ്ങുകയാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് നൽകുന്നത്. മറ്റേന്താണ് പ്രൈവറ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് വളരെ വേഗത്തിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് ഉള്ള കമ്പനികൾക്ക്. പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ഇൻവെസ്റ്റ് ഇൻ എനി ടൈപ്പ് ഓഫ് കമ്പനീസ്. പ്രൈവറ്റ് ഇക്വിറ്റി എന്ന ഏത് ടൈപ്പ് കമ്പനീസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. പക്ഷേ വെഞ്ചർ ക്യാപിറ്റൽ ആണെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ഹൈ റിസ്ക് കമ്പനീസ് ആണ്. അതി ഏർലി സ്റ്റേജസ്, അവരുടെ ഇൻട്രൊഡ്യൂസിങ് സ്റ്റേജിലാണ്, അതും ഹൈ ടെക്നോളജി ഉപയോഗിക്കുന്നത് ആയിട്ടുള്ള കമ്പനികൾക്കാണ് എന്ത് ചെയ്യുന്നത്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് യൂഷ്വലി അക്വയർ ഫുൾ സ്റ്റേക്ക് ഓഫ് ദ കമ്പനി ഫിനാൻസ്ഡ്. പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് എന്താണ്, കമ്പനിക്ക് ആവശ്യമായ ഫുൾ സ്റ്റേക്ക്, അത് ഫുൾ ഫണ്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി സ്റ്റേക്ക് ആൻഡ് ഇക്വിറ്റി ഷെയർസ് ലെസ് ദാൻ 50%. മൈനോറിറ്റി ആയിട്ടായിരിക്കും അവരുടെ ഹോൾഡേഴ്സ് വന്നത്. അതും ഇക്വിറ്റി ഷെയർസിനേക്കാളും 50% കുറവുമായിരിക്കും അവർ നൽകുന്ന ഫണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പ്രൈവറ്റ് ഇക്വിറ്റി മേക്സ് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വൈൽ വെഞ്ചർ ക്യാപിറ്റൽ മേക്സ് സ്മോളർ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് എന്താണ്, എമൗണ്ട് നൽകുന്നത് കൂടുതലായിരിക്കും. പക്ഷേ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് എന്താണ്, കുറച്ച് എമൗണ്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. വൺ ഓഫ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് ഇസ് ദ ലാർജസ്റ്റ് ഏരിയ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു പ്രൈവറ്റ് ഇക്വിറ്റി. അപ്പോൾ ഇന്ത്യയിലെ കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ല, അവർക്ക് എന്താണ് ഒരു ഐഡിയ ഉണ്ട്, അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. അതിനാണ് ഏറ്റവും കൂടുതലായിട്ട് എന്താണ് ഇന്ത്യൻ കമ്പനികൾക്ക് മുതൽ മുടക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് പല കമ്പനികളും എന്ത് ചെയ്യാനത് വേണ്ടാന്ന് വെച്ച് പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യണത്, സഹായം നൽകുന്നതാണ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് പ്രൈവറ്റ് ഇക്വിറ്റിയും വെഞ്ചർ ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ മെച്യൂർ എസ്റ്റാബ്ലിഷ് കമ്പനീസ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ളതാണ്, വളരെ വേഗത്തിൽ മൂവിങ് ഫാസ്റ്റ് ആണ്, അവർ വളരെ വേഗത്തിൽ എന്താണ് അവസരങ്ങളുള്ള ബിസിനസ്സിനാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഹൈ ടെക്നോളജിയും റിസ്ക്കും ഉള്ള ബിസിനസ്സിനാണ് അവരെന്ത് ചെയ്യണത്, ഫണ്ട് പ്രൊവൈഡ് ചെയ്യണത്.